അസ്രായീൽ പരിശുദ്ധ മുഹമ്മദിന്റെ വീട്ടിലേക്കും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കടന്ന അസ്രായീലിന് പിന്നെ ലോകത്തെ ഏത് വീട്ടിൽ പോകാൻ എന്ത് മടി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അസ്രായീൽ വിനയാന്വിതനായി, അസ്രായീൽ വളരെ അദബുകാരനായി, അസ്രായീൽ വളരെ മര്യാദക്കാരനായി. വേറെ എവിടെയും പോകുമ്പോഴുള്ള പോലെയല്ല. അസ്രായീൽ ബഹുമാനത്തോടെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ് അങ്ങയുടെ റൂഹ് പിടിക്കുവാൻ, അത് പിടിച്ചുകൊള്ളട്ടെയോ? അനുവാദം ചോദിച്ചുകൊണ്ട് മുമ്പിലെത്തിയ നേരത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്താകാൻ പോവുകയാണ്. ഇനി അധികം നിമിഷമില്ല, ഇനി വസന്തം വിട പറയുകയാണ്. ഇനി ഈ ലോകത്ത് വിളക്ക് അധ്യാപനത്തിലൂടെ തത്വത്തിലൂടെ മാത്രം ഇനി റൗളയിൽ മറയുകയാണ്. അതുകൊണ്ട് മകളെ അടുത്തേക്ക് വിളിച്ചു. ഫാത്തിമ വിങ്ങിപ്പൊട്ടി. ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഫാത്തിമ വിങ്ങിപ്പൊട്ടിയപ്പോ ഫാത്തിമയുടെ ശരീരം തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു വലത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ആ സ്വകാര്യം കേട്ടപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമയെ വീണ്ടും ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മഴക്കടയിലൂടെ വെയിൽ വന്ന പോലെ ഫാത്തിമ ചിരിച്ചു, മന്ദസ്മിതം തൂകി. റസൂലിന്റെ വഫാത്തിന് ശേഷം വെറും 6 മാസമാണ്